ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി കേക്കിൻ്റെ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാതിരുന്നത്. ഈ ഒരു വീഡിയോയിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ 2 കേക്കുകളുടെ ഡെക്കറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇത് 1 kg വെയിറ്റ് വരുന്നൊരു ടോൾ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് 2 6.5 ഇഞ്ച് ടിന്നിലാണ്. അപ്പോൾ ക്രീം കോട്ട് ചെയ്ത് വെച്ച കേക്കിലേക്ക് ഫൈനൽ കോട്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ അളവിലുള്ള 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്യുക. അപ്പം നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ കേക്കിൽ. നമ്മൾ ഒറ്റ ടിന്നിലായിട്ട് ബേക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിന് അത്ര ഒരു ഹൈറ്റ് ഉണ്ടാവില്ല. നല്ല ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടിന്നിലായിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതുപോലെ ക്രീം ഇല്ലാത്ത ഭാഗത്തെല്ലാം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് കേക്ക് വ്ലോഗ് ഇപ്പം 100K വ്യൂസിൻ്റെ എബോവ് ആയിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നല്ല നല്ല കമൻസാണ് ആ ഒരു വീഡിയോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്രീം എടുത്തിട്ട് ഇതാ ഈ ഒരു വയലറ്റ് കളർ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്കാണ് ഈ ഒരു കളർ മിക്സ് ആക്കി എടുക്കുന്നത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ കേക്കിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൻ്റെ എല്ലാ ഭാഗത്തൊന്നും സ്പ്രെഡ് ചെയ്യാണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫോണ്ടൻ കേക്കാണ്. ഫുള്ളായിട്ട് ഫോണ്ടൻ വെച്ച് കവർ ചെയ്തൊരു കേക്കാണ്. ഒരു മാർബിൾ എഫക്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ. അത് നമ്മളോട് വിപ്പിംഗ് ക്രീമിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വയലറ്റിൻ്റെ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രീം ഇങ്ങനെ കുറച്ചൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്ക്രാപ്പർ നമ്മളിങ്ങനെ വലിക്കുന്ന സമയത്ത് ചെറിയൊരു ലൈൻസ് വരുമല്ലോ. അപ്പോൾ ആ ഒരു ലൈൻസിൻ്റെ പുറത്താണ് ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻ വരുന്നത്. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഒരു 2 ടയർ കേക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്കും ചെയ്തെടുക്കുന്നത്. അപ്പം കേക്കിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ കുറച്ചധികം വയലറ്റ് കളർ ഉണ്ടാവും. എന്നാൽ ഒരു സൈഡിലേക്ക് വരുന്തോറും ആ ഒരു കളർ കുറഞ്ഞിട്ട് പിന്നെ വൈറ്റ് വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു കളർ തീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വയലറ്റ് ആൻഡ് വൈറ്റ് തീമാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് ഇങ്ങനെ കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്ക്രാപ്പർ കൊണ്ട് ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു വരകളിലെല്ലാം ഇതുപോലെ കുറച്ച് ഗോൾഡൻ ലീവ്സ് ആണ് കൊടുക്കുന്നത്. ഗോൾഡൻ ലീവ്സ് നമുക്ക് ചെറിയ ഷീറ്റുകളായിട്ടും പിന്നെ ബോട്ടിലും കിട്ടലുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു ഷീലായിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കാണുമ്പം ഇതുപോലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി തോന്നും. അപ്പം ഈ ഒരു കേക്കിൻ്റെ ക്രീമിൻ്റെ വർക്കെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ ഇതുപോലൊരു ഫ്ലവറാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. വൈറ്റ് ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ലീവ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതാ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു ടോപ്പറും കൂടി കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. ഇതും ഒരു ടോൾ കേക്കാണ്.
ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് 2 6 ഇഞ്ച് ടിന്നിലായിട്ടാണ്. അപ്പം ഇതും ഒരു ടോൾ കേക്കാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത കേക്ക് 6.5 ഇഞ്ച് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തത്. അപ്പം ആ ഒരു കേക്കിന് ഇതിനെക്കാട്ടിയും കുറച്ചൊന്ന് ഹൈറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് വൈറ്റ് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം മുകൾ ഭാഗം ഷാർപ്പ് എഡ്ജസ് വരുത്താണ്ട് ഈ ഒരു രീതിയിലാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കളർ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആ ഒരു നൈഫിലേക്ക് കളർ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പം ഇതുപോലെ ചെയ്ത സമയത്ത് കേക്കിൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നൈഫ് ഒന്ന് തട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിൻ്റെ നേവി ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് കേട്ടോ. അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള കളറാണ് കിട്ടുന്നത്. ഈ ഒരു കളറ് നമ്മൾ എത്ര അധികം എടുത്താലും നമുക്ക് കറക്റ്റ് ആ ഒരു നേവി ബ്ലൂവിൻ്റെ ആ ഒരു ഷെയ്ഡൊന്നും കിട്ടുന്നില്ല. ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ ഒരു കളറാണ് കിട്ടുന്നത്. അപ്പോൾ നേവി ബ്ലൂവിൻ്റെ ഈ ഒരു ബോട്ടിൽ മാത്രമേ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പം ഈ ഒറ്റൊരു സിംഗിൾ ബോട്ടിലിൻ്റെ കംപ്ലൈൻറ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഒരു കളറാണ് കിട്ടുന്നത്. ഇനി കേക്കിൻ്റെ സൈഡിലും ഇതുപോലെ ഈ ഒരു നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 സ്റ്റാൻഡ് മിക്സർ കാണിച്ചിട്ട് ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഒരു കുട്ടിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനത് യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലോ. പിന്നെ ഇനൽസ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് മുന്നേയും ഒരുപാട് ഇങ്ങനെ റിവ്യൂസ് ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇതുവരെ യൂസ് ചെയ്യാത്ത കാരണം എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലേനു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു പോസ്റ്റ് ഇടാന്നുള്ളത്. അപ്പം അതിനകത്ത് അത് ഉപയോഗിക്കുന്നവർ ഒരുപാട് ആൾക്കാർ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവും കേട്ടോ. കാരണം ഇനി അത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഒരു റിവ്യൂസ് എല്ലാം നോക്കിയാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്തായാലും ഹോം ബേക്കേഴ്സ് ആയിരിക്കുമല്ലോ അധികവും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സറോ ഏതായാലും അതേതാണെന്ന് ബ്രാൻഡ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ്. ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കെൻവുഡ് ആണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായ സ്റ്റാൻഡ് മിക്സർ എന്ന് പറയുന്നത് ഒപ്റ്റിമ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പം എല്ലാ സ്റ്റാൻഡ് മിക്സറും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇപ്പം കെൻവുഡിൻ്റെയും പിന്നെ ഒപ്റ്റിമേൻ്റെ എല്ലാം സ്റ്റാൻഡ് മിക്സർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അത് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് കംപ്ലൈൻ്റ് ആയതിൻ്റെ പേരിൽ ആ ഒരു ബ്രാൻഡിനെ കുറ്റം പറയില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയല്ലേ അതെല്ലാം ഉണ്ടാവുക. എല്ലാ ഹോം ബേക്കേഴ്സിനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റാൻഡ് മിക്സർ ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് പകുതി പണി കുറഞ്ഞു കിട്ടുന്ന പോലെയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചേർക്കാൻ പറ്റിയ 2 ടോൾ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.